കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന എം.ടിയുടെ ചിത്രങ്ങൾ കാഴ്ചക്കാർക്ക് അത്ഭുതമായി മാറുന്നു. എം.ടി വാസുദേവൻ നായരുടെ ഓർമ്മകളിൽ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചിത്രപ്രദർശനമാണ് ശ്രദ്ധേയമാകുന്നത്. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ 35 ഫോട്ടോഗ്രാഫർമാരുടെ 100 ചിത്രങ്ങളാണുള്ളത്. എം.ടി എന്ന മഹാപ്രതിഭയിലേക്ക് ക്യാമറ കണ്ണുകൾ തുറന്നപ്പോൾ പിറന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ്. ആ ഗൗരവക്കാരന്റെ മുഖത്തിടയ്ക്കെങ്കിലും വിരിയുന്ന ചിരിയും സങ്കടവും സന്തോഷവുമെല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്തിട്ടുള്ള പത്രക്കാരുടെ ഒരു ഫോറമാണ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം. അവർ നടത്തിയ ഒരു ഫംഗ്ഷനാണ് ഫോട്ടോഗ്രാഫർമാരുടെ. അതായത് ഏതാണ്ട് 100-ലധികം പടങ്ങളുണ്ട്. 35 ഫോട്ടോഗ്രാഫർമാരാണ് ടോട്ടൽ ഉള്ളത്. വളരെ പ്രായം കൂടിയ ആൾക്കാർ, അതായത് ഇപ്പം ജീവിച്ചിരിപ്പില്ലാത്ത നീന ബാലൻ മുതൽ ഇപ്പം ഏറ്റവും ജൂനിയറായിട്ടുള്ള പത്രക്കാരുടെ വരെയുണ്ട് എം.ടിയുടെ കളക്ഷൻ. പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ചിത്രങ്ങൾ. അതിൽ സിനിമയുണ്ട്, സാഹിത്യമുണ്ട്, സൗഹൃദമുണ്ട്, കുടുംബമുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങളുമുണ്ട്. കുറച്ച് പടങ്ങളൊക്കെ എം.ടിയുടെ കളക്ഷനിൽ നിന്ന് എടുത്തതാണ്. അതിലിപ്പം ഇരുട്ടിൻ്റെ ആത്മാവ്, നിർമാല്യം, സിനിമാൻ്റെ ആ കാലത്തുള്ള നിശ്ചല ഛായാഗ്രഹന്മാരെടുത്തിട്ടുള്ള പടങ്ങളുണ്ട്. അതിൽ പുനലൂർ രാജൻ ഇതുപോലെയുള്ള വളരെ പഴക്കമില്ല ഫോട്ടോഗ്രാഫർ മുതൽ നീന ബാലൻ മുതൽ അങ്ങനെയുള്ള അതിന് ശേഷം വരുന്ന റസാഖ് കോട്ടക്കൽ, ഞാനൊക്കെയുള്ള ഒരുപാട് പേരുടെ പലരും ജീവിച്ചിരിപ്പില്ലേ ഇപ്പോൾ അതിൽ ഈ എടുത്തതിൽ തന്നെ. ഇപ്പോൾ ജൂനിയറായിട്ടുള്ള നമ്മളെപ്പോഴത്തെ പത്രക്കാർ ഫോട്ടോഗ്രാഫർമാരല്ലാത്തവരൊക്കെ കുറേ പേരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ ചിത്രപ്രദർശനം 22 വരെ നീളും. അമൃത ന്യൂസ്, കോഴിക്കോട്.